ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. NCM വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള അതേ സംഭവമാണ്. ഫിസിക്സ് പരീക്ഷയുടെ 10ാം തരം തുല്യതയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ആദ്യം തന്നെ അതിൻ്റെ സമയം തന്നിട്ടുണ്ട്. നമ്മുടെ പരീക്ഷ 1.5 മണിക്കൂറാണ്. ടോട്ടൽ സ്കോർ 30ലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. പൊതുനിർദ്ദേശങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ചോയ്സ് ഉള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടില്ല, മെയിൻ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടും തരാൻ പോകുന്ന നമ്മുടെ പൊതു നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്കും കടക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 സ്കോർ വീതമാണ്. അപ്പോൾ അവിടെ ഒന്നാമത്തത് ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചുവപ്പ് പ്ലസ് സയൻ ഈക്വൽ ടു വെള്ള എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തതാണ്, പച്ച പ്ലസ് മജന്ത ഈക്വൽ ടു ഡാഷ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പച്ച, ചുവപ്പ്, അതുപോലെ തന്നെ നീല, ഈ 3 പ്രാഥമിക വർണ്ണങ്ങൾ. അതിൻ്റെ ആ പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ദ്വിതീയ വർണ്ണങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മജന്തയും പച്ചയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, ദ്വിതീയ വർണ്ണങ്ങളുണ്ട്. ഇപ്പോൾ പച്ച അതുപോലെ തന്നെ ചുവപ്പ് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മഞ്ഞ കിട്ടും. പച്ച നീല ചേർത്ത് കഴിഞ്ഞാൽ സയൻ കിട്ടും. നീലയും ചുവപ്പും ചേർന്ന് കഴിഞ്ഞാൽ മജന്ത കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദ്വിതീയ വർണ്ണങ്ങൾ അവയുടെ ഘടക വർണ്ണങ്ങളുടെ ധർമ്മം നിറവേറ്റാനാവും. നീലയും പച്ചയും ചുവപ്പും ചേർന്നാൽ വെള്ള കിട്ടും. അപ്പോൾ നീലയും മഞ്ഞയും ചേർന്ന് കഴിഞ്ഞാൽ വെളുപ്പ് കിട്ടും. കാരണം എന്താ, മഞ്ഞയിൽ നമുക്ക് പച്ചയുണ്ട് ചുവപ്പുണ്ട്. അപ്പോൾ അവിടെ നീലയും മഞ്ഞയും ചേർന്നാൽ വെളുപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം വന്നു കഴിഞ്ഞു. പച്ചയും മജന്തയും ചേർന്നാലും വെള്ള കിട്ടും, ചുവപ്പും സയനും ചേർന്ന് കഴിഞ്ഞാലും വെള്ള കിട്ടും. ഉത്തരം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പച്ചയും മജന്തയും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും, വെള്ള കിട്ടും. അപ്പോൾ ഒരു പ്രാഥമിക വർണ്ണങ്ങളും അതിൽ ഉൾപ്പെടാത്ത ഒരു ദ്വിതീയ വർണ്ണവും അതിൽ ഉൾപ്പെടാത്ത ഒരു പ്രാഥമിക വർണ്ണവും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വെള്ള നിറം കിട്ടും. അതാണ് ചോദ്യം, അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ നിറം ഏതാണ്? അപ്പോൾ ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്, പച്ച, നീല, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. നമ്മുടെ LED ബൾബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ്. നമുക്കവിടെ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ള ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് അടക്കാം. ഈ ഒരു ടേബിൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ക്ലോറിൻ ചേർത്ത വാതകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രകാശം പച്ച നിറമാണ്. നിയോൺ ചേർന്ന് കഴിഞ്ഞാൽ ഓറഞ്ചും ചുവപ്പും കിട്ടും. ഇതാ നമ്മുടെ ചോദ്യത്തിലുള്ള ആൾ വന്നിരിക്കുന്നു. ഹൈഡ്രജൻ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നീല നിറം കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം മാത്രം, നല്ല രീതിയിൽ വായിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ചോദ്യങ്ങളും കാര്യങ്ങളും അതിൽ ഏത് പാഠഭാഗത്തു നിന്നാണ് വരുന്നതെന്നുള്ളതും കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒട്ടും ടെൻഷൻ അടിക്കരുത്. പരീക്ഷ ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഒരു ശ്വാസമൊക്കെ വലിച്ച് നമ്മൾ നല്ല രീതിയിൽ വേണം പരീക്ഷന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. വീണ, വയലിൻ, ഫ്ലൂട്ട്, ഗിത്താർ. നമ്മുടെ 2ാം അധ്യായത്തിൽ ശബ്ദത്തിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ കുറേ ഉപകരണങ്ങൾ, വാദ്യോപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആ ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വീണ, വയലിൻ, ഫ്ലൂട്ട്, ഗിത്താർ ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്? അപ്പോൾ ഇവിടെ വീണയും വയലിനും ഗിത്താറിനും പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. അവ കമ്പിവാദ്യങ്ങളാണ്. എന്നാൽ നമ്മുടെ ഫ്ലൂട്ടോ സുഷിരവാദ്യമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒറ്റയാൻ ആരാണ്? ഫ്ലൂട്ടാണ്. അപ്പോൾ ഫ്ലൂട്ടാണ് മൂന്നാമത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചുവടെ കൊടുത്തവയിൽ ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്ന പ്രതീകം ഏത്? ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചെറിയൊരു
ക്ലാരിറ്റി കുറവുണ്ട്. അവർ തന്നിട്ടുള്ള PDF-യുടെ കുഴപ്പമാണ്. പക്ഷെ നമുക്കറിയാം ഒന്നാമത്തതാണ് ഇൻഡക്ടറിനെ സൂചിപ്പിക്കുന്നത്, രണ്ടാമത്തത് നമ്മുടെ ബാറ്ററിനെ സെല്ലിനെ സൂചിപ്പിക്കുന്നതാണ്, മൂന്നാമത്തെ പ്രതിരോധത്തിനെയും, നാലാമത്തത് അവിടെ നമ്മുടെ കപ്പാസിറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആ ഒരു പ്രസ്താവന എവിടെയാണ് വന്നിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രതീകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഇൻഡക്ടറിൻ്റെ ആ ഒരു ബോൾഡാക്കിയിട്ട് വരച്ചിട്ടുള്ള സംഭവമാണ്. അപ്പം നോർമൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ പ്രതീകം പഠിക്കുക, ഇവിടെ തന്നെ പ്രതിരോധത്തിൻ്റെ പ്രതീകം പഠിക്കാം. ട്രാൻസിസ്റ്റർ NPN ഉണ്ട്, NPN ഉണ്ട്, PNP ഉണ്ട്. അപ്പോൾ അതും ഒന്ന് പഠിക്കാം. ഇൻഡക്ടർ, അതുപോലെ തന്നെ ഡയോഡിൻ്റെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം വന്നിട്ടുള്ള ഇതാണ്: തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. അപ്പോൾ അവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. സമതല ദർപ്പണങ്ങൾ എപ്പോഴും യഥാർത്ഥ പ്രതിബിംബങ്ങളാണ് ഉണ്ടാക്കുന്നത്. കോൺവെക്സ് ദർപ്പണങ്ങൾ എപ്പോഴും മിഥ്യാപ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നു. കോൺകേവ് ദർപ്പണങ്ങൾ യഥാർത്ഥ പ്രതിബിംബങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. കോൺകേവ് ദർപ്പണങ്ങൾ മിഥ്യാപ്രതിബിംബങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഒരു പക്ഷേ ആദ്യത്തെ വായനയിൽ ഇതിലേതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാവും. സമതല ദർപ്പണങ്ങൾ എപ്പോഴും യഥാർത്ഥ പ്രതിബിംബങ്ങളാണ് ഉണ്ടാക്കുന്നത്. യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, യഥാർത്ഥമാണെങ്കിൽ തല കീഴായതായിരിക്കും. ഇപ്പോൾ സമതല ദർപ്പണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും തല തിരിഞ്ഞിട്ടുള്ള പ്രതീകം നമ്മൾ കാണുന്നുണ്ടോ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ? അപ്പോൾ അവിടെ തന്നെ പറയാം ആ ഒരു പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കിയേ, കോൺകേവ് ദർപ്പണങ്ങൾ യഥാർത്ഥ പ്രതിബിംബങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കോൺകേവ് ദർപ്പണങ്ങളുടെ ചിത്രമൊക്കെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രതിബിംബം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് തലകീഴായിട്ടുള്ള ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഫോക്കസിൻ്റെയും പോളിൻ്റെയും അടുത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ വശത്തുള്ള നിവർന്നിട്ടുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്, പ്രതിബിംബം. അപ്പോൾ അവിടെ യഥാർത്ഥമല്ലല്ലോ. അപ്പോൾ അവിടെയും അതിലൊരു പാളിച്ച പറ്റി. അപ്പോൾ C അല്ലാന്ന് മനസ്സിലായി, സിയും തെറ്റാണ്. ദെൻ ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺകേവ് ദർപ്പണങ്ങൾ മിഥ്യാപ്രതിബിംബങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ മിഥ്യയും കിട്ടുന്നുണ്ട്. അപ്പോൾ മിഥ്യ മാത്രമല്ല യഥാർത്ഥം മാത്രമല്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുന്നു. B ആണ് അവിടെ ശരിയായിട്ട് വരുന്നത്. കോൺവെക്സ് ദർപ്പണങ്ങൾ എപ്പോഴും മിഥ്യാപ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടെക്സ്റ്റിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ പറഞ്ഞിട്ട് കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയാലോ പ്രതിബിംബങ്ങൾ എല്ലായ്പ്പോഴും ദർപ്പണത്തിന് പിന്നിലായാലേ ലഭിക്കുന്നത്. ഒന്നും സ്ക്രീനിൽ പിടിക്കാൻ കഴിയുന്നില്ല, അഥവാ എല്ലാം മിഥ്യാപ്രതിബിംബങ്ങളാണ്. അപ്പോൾ അതാ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. കോൺവെക്സ് ദർപ്പണങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങൾ എപ്പോഴും ചെറുതും നിവർന്നതും മിഥ്യയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ദർപ്പണങ്ങൾ എപ്പോഴും മിഥ്യാപ്രതിബിംബങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതാണ് 5ാമത്തെ ഉത്തരം. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 സ്കോർ വീതമാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ജാഗരൂകരായിരിക്കണം. നേരത്തെ 1 മാർക്കാണ്, ഇപ്പോൾ നമുക്ക് 2 മാർക്കാണ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് വരുത്തിയിട്ടുണ്ടാകും. അപ്പോൾ 6ാമത്തെ ചോദ്യം ഇതാണ്: ശബ്ദ മലിനീകരണം ഒരു സാമൂഹിക വിപത്താണ്. അമിതമായ ശബ്ദം നിയന്ത്രിക്കാൻ ഉതകുന്ന ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ അവസാന ഭാഗത്ത് അവിടെ ശബ്ദ മലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, അതുപോലെ തന്നെ സൈലൻസറിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സൗണ്ട് മുഴക്കുന്നത് ഒഴിവാക്കണം, അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഉത്തരം. അതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. ഇതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അമിതമായിട്ടുള്ള ശബ്ദം നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഫലപ്രദമായിട്ടുള്ള നിയമ നിർമ്മാണം, കർശനമായിട്ടുള്ള നിയമ പരിപാലനം, എയർ ഹോൺ നിരോധനം, വാഹനങ്ങളിലെ സൈലൻസർ ക്ഷമത ഉള്ളതാണെന്ന് ഉറപ്പാക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് സുഖമായിട്ട് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു 2 മാർക്കിന് വന്നിട്ടുള്ളത്. അടുത്തത് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ വരുന്ന ഒരു സംഭവമാണ്. 230 വാൾട്ടിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഹീറ്ററിൽ കൂടി 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. എന്ന് പറയുന്നത് ആംപിയർ ആണ്, അതിൻ്റെ യൂണിറ്റാണ്, വൈദ്യുതിയുടെ യൂണിറ്റാണ്.
ഈ ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പവർ എത്ര? അപ്പോൾ നമ്മൾ ഒരു അധ്യായത്തിൽ പവറിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, സമവാക്യം. പവർ എന്ന് പറയുന്നത് വോൾട്ടതേന കറണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇതാണ്. ഇപ്പോൾ പലർക്കും ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഇതെവിടെ വന്നിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആ ഒരു ഇക്വേഷൻ പഠിച്ചു പോവാം. പവർ എന്ന് പറയുന്നത് വോൾട്ടതേന കറണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ, 230 നമ്മുടെ വോൾട്ടത, 2 ആംപിയറാണ് നമ്മുടെ വൈദ്യുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടി ഗുണിച്ചാൽ മതി. ഇപ്പോൾ 230 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 460 എന്താണ് പവറിൻ്റെ യൂണിറ്റ്, വാട്ടാണ് ഇവിടെ കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിവിടെ കാണിച്ചിരിക്കുന്നു. ഇതാ അവിടെ 230 പകരം 240 വാൾട്ട് എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ 2 ആംപിയർ വൈദ്യുതി തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ I എഴുതി, V എഴുതി, ദെൻ P എന്ന് പറയുന്നത് വോൾട്ടതേൻ്റെയും കറണ്ടിൻ്റെയും ഗുണനഫലമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, മൈക്രോഫോണിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. അപ്പോൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു സൂചന അവിടെ കിട്ടി. മൈക്രോഫോണാണ്. മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ എത്തേണ്ട ഒന്നുണ്ട്, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. അപ്പോൾ അവിടെ ആ ഭാഗങ്ങൾ രേഖപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. എയും ബിയും എന്ന് പറയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മൈക്കിനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം, നമ്മൾ കൈപിടിക്കുന്ന സാധനത്തിൻ്റെ അവിടെ എന്തുണ്ടാകും, നമ്മുടെ മൈക്രോഫോണിൻ്റെ ചലിക്കും ചുരുളി വെച്ചിട്ടുണ്ടാകും. അതിന് മുമ്പിൽ എന്തുണ്ടാകും, നമ്മുടെ ഡയഫ്രം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പിക്ചർ നമുക്കൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഡയഫ്രാണ് അവിടെ കൊടുത്തിട്ടുള്ള മുന്നിലത്തെ ഭാഗം, മറ്റത് ചലിക്കും ചുരുളാണ്. അപ്പോൾ ഡയഫ്രത്തിലൂടെ നമ്മുടെ ശബ്ദതരംഗങ്ങൾ ചലിക്കും ചുരുളിനെ ചലിപ്പിച്ചുകൊണ്ടാണ് വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പിക്ചറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പിക്ചറൊന്നും വിട്ട് കളയരുത്, നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അടുത്തത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു 4 ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ സിമ്പലുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ബോക്സിൽ നൽകിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ബൾബ് പ്രകാശിക്കത്തക്ക വിധം സർക്യൂട്ട് വരയ്ക്കുക. അപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ടുള്ള സെയിം ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ PDF ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ബൾബാണ്, രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സെല്ലാണ്, മൂന്നാമത് ഡയോഡിനെ തന്നിട്ടുണ്ട്, നാലാമതായിട്ട് സ്വിച്ചിനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ കുറിച്ച് വരയ്ക്കാനുള്ള ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മുടെ നോർമൽ കണക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉത്തരം കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, സർക്യൂട്ടിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ ഇതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഡയോഡിൻ്റെ കളറാണ്. ഓക്കെ, ഡയോഡിനെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് സെല്ല് തന്നിട്ടുണ്ട്. ആ സെല്ലിനെ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് സെല്ലിൻ്റെ. അപ്പോൾ ആഗ്രഹങ്ങൾ നോക്കണം. അതിനുശേഷം നമ്മൾ വച്ചിരിക്കുന്ന സാധനമാണ് ഈ ഒരു സാധനം, അതാണ് നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത്. ഡയോഡിൻ്റെ താഴത്തെ ഭാഗം പോസിറ്റീവിനോടും മറ്റേ ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു ചെറിയ വര അത് നെഗറ്റീവ് പാർട്ടിനോടും കൊടുത്താൽ മാത്രമേ എപ്പോഴും ഡയോഡിലൂടെ കറണ്ട് പ്രവഹിക്കൂ. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മുടെ ബൾബ് പ്രകാശിക്കൂ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ചിത്രം നോക്കിയേ, ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഡയോഡ് തലതിരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ ബൾബ് പ്രകാശിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഡയോഡിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അറിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രം കൊടുത്തതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. നോർമലി നമ്മൾ വെക്കുക ഡയോഡിൻ്റെ ഈ ഒരു സൈഡിലാണ്. അപ്പോൾ വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു കളർ എടുത്തിട്ട് വരച്ച് കഴിഞ്ഞാൽ സ്വിച്ചിന് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ സ്വിച്ചിന് ഇവിടെ ഈ ഒരു പൊസിഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ചിൻ്റെ ആ ഒരു പൊസിഷൻ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ സ്വിച്ചിനെ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്,
മൺകൂജയിൽ ഇരിക്കുന്ന വെള്ളത്തിന് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഒരു പരീക്ഷണം ചെയ്യുന്നതാണ്. മൺകൂജയിൽ വെള്ളം എടുത്ത് വെക്കും. നോർമലി ഫ്രിഡ്ജൊക്കെ ഇല്ലാത്ത കാലത്ത് നമ്മൾ തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മൺകൂജയാണ്. ഓക്കെ, നല്ല വെയിലുള്ള സമയത്ത് മൺകൂജയിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും. ആ ഒരു രീതിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കാരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതേ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും മൺകൂജയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്? അപ്പോൾ അവിടെ നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബാഷ്പീകരണം എന്താണ്? ഏത് താപനിലയിൽ നടക്കുന്നതാണ്. മൺകൂജയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കുറേ സുഷിരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ മൺകൂജയിൽ. അപ്പോൾ അങ്ങനെ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ സുഷിരത്തിൻ്റെ കൂടി മുകളിലേക്ക് എപ്പോഴും ജലം ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ബാഷ്പീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ താപനില ഉള്ളിലുള്ള വെള്ളത്തിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് മൺകൂജയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം തണുത്തത് ആയിട്ട് കാണുന്നത്. ഇതാ അവിടെ നോക്കൂ, അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മൺകൂജയിൽ ധാരാളം സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഇതിലൂടെ പുറത്തു വരുന്ന ജലകണികകൾ ബാഷ്പീകരിച്ചു പോകുന്നതിനാവശ്യമായിട്ടുള്ള ലീനതാപം ശേഷിക്കുന്ന ജലത്തിൽ നിന്നെടുക്കുന്നതിനാലാണ് പാത്രത്തിലെ ജലം തണുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം കൂടി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. 11ാമത്തെ ചോദ്യത്തിൽ പോകാം. അപ്പോൾ അവിടെ 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 സ്കോർ വീതമാണ്. അപ്പോൾ നമ്മുടെ ജാഗ്രത കുറച്ചും കൂടി കൂട്ടേണ്ടതായിരിക്കുന്നു. 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വായിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ചവ ബോക്സിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സ്ഥിരജഡത്വം കൊടുത്തിട്ടുണ്ട്, ഘർഷണം കൊടുത്തിട്ടുണ്ട്, ചലനജഡത്വം കൊടുത്തിട്ടുണ്ട്, ആന്തരിക ബലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ വായിച്ചു നോക്കാം. കൊടുത്തിട്ടുള്ളത് എന്താണ്? സ്വിച്ച് ഓഫ് ആക്കിയാലും ഫാൻ പിന്നെയും കറങ്ങുന്നു. സ്വിച്ച് ഓഫ് ആക്കുന്നു, ഫാൻ പിന്നെയും കറങ്ങുന്നു. അപ്പോൾ ഇവിടെ ഏതിനെങ്കിലും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അവിടെ ജഡത്വം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. അതവിടെ നിൽക്കട്ടെ. ബി ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. ഒരു സാധനത്തിന് തേയ്മാനം സംഭവിക്കണമെങ്കിൽ അവിടെ ഘർഷണ ബലമായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു സാധനം തെന്നി നിൽക്കുന്ന സമയത്തും അവിടെ തേയ്മാനം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വാഹനങ്ങളുടെ ടയർ തേയ്മാനം സംഭവിക്കുന്നുണ്ടല്ലോ. സോ യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കാനുള്ള കാരണം എന്താണ്? ഘർഷണ ബലമാണ്. അപ്പോൾ ബീൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഘർഷണ ബലമെന്ന് കിട്ടി. വാഹനത്തിലിരുന്ന് അതേ വാഹനം തള്ളുന്നു. ഓക്കെ, ഒന്നിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഒന്നിനെ തള്ളുന്നത്. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഒന്നിനെ തള്ളുക ആന്തരികമായിട്ട് സംഭവിക്കുന്നതല്ലേ. അപ്പോൾ അവിടെ ഉത്തരം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ആന്തരിക ബലം. ഇനി അടുത്തത് നോക്കാം. നമുക്ക് കിട്ടാത്തൊരു സാധനമാണ്. സ്വിച്ച് ഓഫ് ആക്കിയാലും ഫാൻ പിന്നെയും കറങ്ങുന്നു. സ്വിച്ച് ഓഫ് ആക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫാനിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ചലനാവസ്ഥയായിരുന്നു. അപ്പോൾ ചലനാവസ്ഥയിൽ ഉള്ള സാധനത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ ഉള്ള? ചലനജഡത്വം. അപ്പോൾ എൻ്റെ ഉത്തരം ചലനജഡത്താണ്. ബീൻ്റെ ഉത്തരം എന്താണ്? ഘർഷണ ബലമാണ്. സീൻ്റെ ഉത്തരം ആന്തരിക ബലമാണ്. അപ്പോൾ അത്രയും എളുപ്പമല്ലേ? അപ്പോൾ ആ രീതിയിൽ ചോദ്യങ്ങൾ വായിച്ചിട്ട് വേണം നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അടുത്തതും കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ചേരുംപടി ചേർക്കാൻ എയും ബിയും തന്നിട്ടുണ്ട്. ജലം ഐസാകുന്നത് ഇത്ര കെൽവിനാണ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ചൂട് ഇത്ര കെൽവിനാണ്. ജലം തിളക്കുന്നത് ഇത്ര കെൽവിനാണ്. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്കൊന്നും പഠിക്കാത്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണെന്നല്ല. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഏറ്റവും തണുത്ത സംഭവമായിരിക്കൂലേ ജലം ഐസാകുന്നത്. ജലം ഐസാക്കുന്നത് നമ്മൾ ഓൾറെഡി ഐസിനെ തൊട്ട് കഴിഞ്ഞാൽ നല്ലോണം തണുത്ത് തുറക്കും. അപ്പോൾ അതിനെക്കാട്ടും കൂടുതലായിരിക്കില്ലേ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ചൂട്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു AC റൂമിലൊക്കെ പോയി കഴിഞ്ഞ് AC നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ടാവും 23 ഡിഗ്രി സെൽഷ്യസ് ആ രീതിയിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 30 ഡിഗ്രി 36 ഡിഗ്രി ആ ഒന്നിൻ്റെ ഇടയിലാണ്. അപ്പം ഐസിനെക്കാട്ടും കൂടുതൽ അതിന് വേണം. പിന്നെ നോക്കൂ, ജലം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കെൽവിനിലെത്തുന്ന സമയത്തും അത് ഉയർന്ന വിലയായിരിക്കും. ഇനി നമ്മുടെ ബിയിലെ കോളം നോക്കൂ, 373 കെൽവിൻ, 273 കെൽവിൻ, 310 കെൽവിൻ. അപ്പോൾ അവിടെ ഏറ്റവും താഴ്ന്നത് ഏതാ? 273 കെൽവിൻ. അപ്പോൾ അതിന് എവിടത്തേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും? ജലം ഐസാകുന്നതിൽ കൊടുത്തൂടെ? ഓക്കെ, അപ്പോൾ അവിടെ ജലം ഐസാകുന്നത് ഏതിലേക്ക് കൊടുക്കുക? നമ്മൾ ഏതിലേക്ക് കൊടുക്കുക? 273 കൊടുക്കുക. ഇവിടെ പേനേൻ്റെ സൈസ് കുറച്ച് കൊടുക്കട്ടെ. ഓക്കെ, ഇനി നോക്കിക്കോ, ജലം ഐസാകുന്നത് ഏതിലേക്ക് വന്നു? 273 കെൽവിൻ.
മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ചൂട് അപ്പോൾ എത്രയായിരിക്കും? 310 കെൽവിൻ. ജലം തിളക്കുന്നത് 273 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിനോട് 100 കിട്ടിക്കഴിഞ്ഞാൽ 373 കെൽവിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള എളുപ്പമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉത്തരത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോജിക് ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സംഭവത്തിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള അടുത്തൊരു ചോദ്യം കൂടി വന്നിരിക്കുന്നു. അപ്പോൾ 13A-ക്കും 13B-യും ഇങ്ങനെയുണ്ട്. അപ്പോൾ ചോദ്യം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എ പാർട്ടാണോ ബി പാർട്ടാണോ എന്ന് എഴുതുന്നുള്ളത് നമ്മുടെ ആൻസർ ഷീറ്റിൽ വ്യക്തമാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ 13A ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രം പൂർത്തിയാക്കി പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്താനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നമ്മുടെ 2Fൻ്റെ കുറച്ചും കൂടി അപ്പറാണ് എന്ത് വെച്ചിട്ടുള്ളത്, നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. 2Fലല്ല. ഓക്കെ, അവിടെ F കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അതിന് പുതിയ നമ്മുടെ നോർമൽ പരീക്ഷയ്ക്ക് നല്ല പിക്ചർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ 2Fൻ്റെ ആ ഒരു സ്ഥാനം കറക്റ്റാണോ, Fൻ്റെ സ്ഥാനം കറക്റ്റാണെന്നൊക്കെ ഡൗട്ട് വരും. ഇപ്പം Fലും 2Fന് അപ്പുറവും 2Fലും Fലും എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള ഏകദേശ ധാരണ വേണം. അപ്പോൾ അവിടെ 2Fലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് കറക്റ്റ് 2Fൽ കിട്ടും. 2Fന് അപ്പുറമാണ് വെച്ചിട്ടുള്ളതെങ്കിൽ 2Fനും Fനും ഇടയിലാണ് നമുക്ക് എന്ത് കിട്ടുക, പ്രതിബിംബം കിട്ടുക. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ 2Fന് അപ്പുറം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വരും, Fനും 2Fനും ഇടയിൽ വരും. 2Fൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2F തന്നെ കിട്ടും. ഓക്കെ, ദെൻ 2Fനും Fനും ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2Fന് അപ്പുറം കിട്ടും. Fലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവം അപ്പുറം 2Fൻ്റെയും അപ്പുറം തന്നെയാണ് കിട്ടുക. ദെൻ Fനും പോളിനും അടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ ഭാഗത്ത് തന്നെ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ചിത്രങ്ങളും ഓരോ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ വരച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് ചോദിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും 3 സന്ദർഭങ്ങൾ എഴുതാം. ഇത്തരത്തിലുള്ള ചോദ്യം കണ്ടു കഴിഞ്ഞാൽ വരക്കാൻ കോൺഫിഡൻസ് ആയിട്ടുള്ളവർ മാത്രം അത് വരക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബി പാർട്ടും കൂടി ഒന്ന് വായിച്ചു നോക്കുക. എളുപ്പമാണെങ്കിൽ അതിലേക്ക് പോവാം. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും 3 സന്ദർഭങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സംഭവമാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. കോൺവെക്സ് ലെൻസുകൾ എവിടെയെല്ലാം ഉപയോഗിക്കുന്നു എന്നറിയാമോ? എന്താണ്? സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്, വാച്ച് നന്നാക്കുന്നവർ, വായനയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നവർ ഇതുണ്ട്, ക്യാമറയിലുണ്ട്, ടെലസ്കോപ്പിൽ ഒബ്ജക്റ്റീവായിട്ടും ഐ പീസായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, മൈക്രോസ്കോപ്പിലുണ്ട്, പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള കണ്ണിൽ എന്തുണ്ട്, കോൺവെക്സ് ലെൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഏതാണോ ഏതെങ്കിലും 3 സന്ദർഭങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതും പഠിച്ചിട്ട് പോവാം. അപ്പോൾ അടുത്തത് 14ാമത്തത്, ചുവടെ ചേർത്തിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളെ അനുയോജ്യമായി പട്ടികപ്പെടുത്തുക. നമ്മളോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. മണ്ണെണ്ണ, കൽക്കരി, സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, LPG, ജലവൈദ്യുതി. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് തരംതിരിക്കേണ്ടതെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പുനഃസ്ഥാപിക്കാൻ സാധ്യമായവ, പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ. അപ്പോൾ നമുക്കറിയാം, പുനഃസ്ഥാപിക്കാൻ സാധ്യമായവ, പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ. പുനഃസ്ഥാപിക്കാൻ സാധ്യമായവ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു പോയി കഴിഞ്ഞാലും പിന്നെ ഈ സാധനം കിട്ടിക്കൊണ്ടിരിക്കും. അത് പുനഃസ്ഥാപിക്കാൻ സാധ്യമായവ. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ തീർന്നു പോയാൽ തീർന്ന് പിന്നെ കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചോദ്യം ഒന്നും കൂടി നോക്കൂ. മണ്ണെണ്ണ നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന സാധനമല്ലേ. അപ്പോൾ അതൊരിക്കൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? ഇല്ല. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തതാണ് മണ്ണെണ്ണ. കൽക്കരി നമ്മുടെ സസ്യത്തിൻ്റെയും മനുഷ്യ ശരീരത്തിൻ്റെയും ജീവികളുടെ ഒക്കെ ഭാഗങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് കിട്ടുന്നൊരു സാധനമല്ലേ കൽക്കരി എന്ന് പറയുന്നത്. അപ്പോൾ അതും തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? നമ്മൾ വാർത്തയും കേട്ടിട്ടുണ്ട്, ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൻ്റെ തോത് കുറഞ്ഞു വരുന്നു. അപ്പോൾ അത് ഇതിലെഴുതാം, നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തതിലെഴുതാം. ഇനി അടുത്തത് LPG. ഓക്കെ, LPG പെട്രോളിയത്തിൻ്റെ ഒരു ഘടകമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്ന LPG. അപ്പോൾ അതും തീർന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഗ്യാസിൻ്റെ ക്ഷാമം, ഇന്ധനക്ഷാമം, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് സ്ഥിരം. അപ്പോൾ മണ്ണെണ്ണയും കൽക്കരിയും LPG ഒക്കെ നമുക്ക് ഇതിൽ പെടുത്താം, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിൽ പെടുത്താം. അപ്പോൾ ബാക്കിയുള്ള സൗരോർജ്ജം എപ്പോഴെങ്കിലും തീരുന്നുണ്ടോ? സൂര്യൻ എപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ സൗരോർജ്ജം നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധ്യമാകുന്നതാണ്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം കാറ്റെങ്കിലും
നിന്ന് പോകുന്നുണ്ടോ? തീർന്നു പോകുമോ? ഇല്ല. വായുവിൻ്റെ വ്യത്യാസം, വായുമർദ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ കാറ്റുണ്ടാകും. ആ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം നമുക്കെപ്പോഴും കിട്ടുന്നതാണ്. പിന്നെ ഒരാൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ജലവൈദ്യുതി. ഓക്കെ, നമുക്കെപ്പോഴും വിശ്വസിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ജലവൈദ്യുതി. ജലക്ഷാമമൊക്കെ കേട്ടിട്ടുണ്ടാകും, പക്ഷെ അത് മനുഷ്യൻ്റെ വികൃതി കൊണ്ട് പറ്റുന്നതാണ് ജലക്ഷാമം. അല്ലാണ്ട് ജലവൈദ്യുതി എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിനെ പുനഃസ്ഥാപിക്കാൻ സാധ്യം. വീണ്ടും മഴ വരൂലേ, വൈദ്യുതി ഉണ്ടാവില്ലേ, അപ്പോൾ എന്താവും? പുനഃസ്ഥാപിക്കാൻ സാധ്യമായവയിൽ പെടും. അപ്പോൾ ആ രീതിയിൽ ആണ് പുനഃസ്ഥാപിക്കാൻ സാധ്യമായവയും പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തതിനെയും നമ്മൾ എഴുതേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 15A 15B എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. അപ്പോൾ 15A നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ജനറേറ്ററിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. കമ്പിച്ചുരുൾ, കാന്തം. ഓക്കെ, അപ്പോൾ അത് പിക്ചറും അത്ര ക്ലിയർ അല്ല. നമുക്ക് മെയിൻ പരീക്ഷയ്ക്ക് നല്ല പിക്ചർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ചിത്രത്തിലെ ഉപകരണത്തിൻ്റെ പേരെഴുതാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നടുക്ക് കറങ്ങുന്നൊരു സാധനമുണ്ട്, കമ്പിച്ചുരുളുണ്ട്. ഓക്കെ, കാർബൺ വാഷ് ആ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ സ്ലിപ്പ് റിങ്ങുകളെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. സ്ലിപ്പ് റിങ്ങുകളൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് വൈദ്യുതിൻ്റെ ദിശ മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ചിത്രത്തിലെ ഉപകരണത്തിൻ്റെ പേരെന്താണ്? AC ജനറേറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചിത്രം ഞാനൊന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കാണിക്കാം ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇതാ നമ്മുടെ കമ്പിച്ചുരുൾ, കാന്തം കൊടുത്തിട്ടുണ്ട്, സ്ലിപ്പ് റിങ് കൊടുത്തിട്ടുണ്ട്, കാർബൺ ബ്രഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? AC ജനറേറ്റർ. ഒരു സെറ്റ് കാന്തിക ധ്രുവങ്ങൾക്ക് ഒരു സെറ്റ് കമ്പിച്ചുരുൾ മാത്രം ഭ്രമണം ചെയ്യുന്നതാണ് സിംഗിൾ ഫേസ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കിട്ടി. തന്നിരിക്കുന്നവനാരാ? AC ജനറേറ്ററാണ്. ഇനി സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം അർദ്ധവളയ സംവിധാനമുള്ള ഉപകരണത്തിൻ്റെ പേരെന്താണ്? ആ സ്ലിപ്പ് റിങ്ങിനെ മാറ്റിയിട്ട് അർദ്ധവളയത്തിലുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? യെസ്, അതിൻ്റെ ഉത്തരം ഇതാ ഇപ്പുറം തന്നെ ഉണ്ട്, നോക്കിക്കോ. സ്ലിപ്പ് റിങ് മാറ്റിയിട്ട് നമ്മളവിടെ കാർബണിൻ്റെ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? DC ജനറേറ്റർ കിട്ടി. അപ്പോൾ അർദ്ധവളയങ്ങളുണ്ട്, ബ്രഷുകളുണ്ട്, കാര്യങ്ങൾ. അപ്പോൾ ഈ ചിത്രം ഓർമ്മിച്ച് വെക്കുക. ബ്രഷും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ AC മാറി DC ആകും. അപ്പോൾ അത് DC ജനറേറ്ററാണ്. ഓക്കെ, ചിത്രത്തിൽ കാണുന്ന ഉപകരണത്തിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ്. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഏതാ? നമ്മുടെ AC ജനറേറ്റർ. AC ജനറേറ്ററിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ശൃംഖങ്ങളും ഗർത്തങ്ങളും ഉള്ള സംഭവമല്ലേ കിട്ടുക? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടില്ലേ? ഇതാ AC വൈദ്യുതിൻ്റെ സർക്യൂട്ടാണിത്. അപ്പോൾ നമുക്ക് മുകളിലേക്കും കിട്ടും, താഴേക്കും കിട്ടും. നമ്മുടെ ശബ്ദത്തിൻ്റെ ഏകദേശം ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 തരത്തിലുള്ള തരംഗങ്ങളുണ്ട്. ശൃംഖങ്ങളും ഗർത്തങ്ങളും ഉള്ള തരംഗങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ AC നിന്ന് കിട്ടുന്ന വൈദ്യുതിയുടെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. പഠിച്ചു വെക്കുക. അപ്പോൾ DCൻ്റെ വൈദ്യുതിൻ്റെ എങ്ങനെയായിരിക്കുന്നു അവിടെ ഓർമ്മിച്ചിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. 15Bയിലേക്ക് പോകാം. 15Bയിൽ പറയുന്നത് ഇതാണ്. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് യോജിച്ചവ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് യോജിച്ചവ എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ തരംതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് തരംതിരിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് 2 കള്ളി അവിടെ വരക്കുക. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് ഒരു കള്ളിക്ക് പേര് കൊടുക്കുക, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് അടുത്ത കള്ളിക്ക് പേര് കൊടുക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവ്, സെക്കൻഡറിയിൽ വോൾട്ടത കുറവ്. പ്രൈമറി ചുറ്റുകളിൽ തടിച്ച കമ്പി, പ്രൈമറിയിൽ വോൾട്ടത കുറവ്. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കൂടുതൽ, സെക്കൻഡറി ചുറ്റുകളിൽ തടിച്ച കമ്പി. ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റെപ്പ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് അപ്പിൻ്റെ ചിത്രം ഒന്ന് മനസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ചുറ്റുകളെ നോക്കിയേ, അതിൻ്റെ എണ്ണം കുറവല്ലേ, സെക്കൻഡറി ചുറ്റുകളല്ലേ കൂടുതൽ. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്? ഒരു സാധനത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറഞ്ഞ വോൾട്ടതയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ വോൾട്ടതയിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗണിൻ്റെ പണി എന്താ? നേരെ തിരിച്ചിട്ടല്ലേ. ഇപ്പോൾ സ്റ്റെപ്പ് ഡൗണിൽ പ്രൈമറി ചുറ്റുകൾ കൂടുതലാണ്, സെക്കൻഡറി ചുറ്റുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡൗണിൽ വരുന്ന സമയത്ത് കൂടുതൽ വോൾട്ടേജ്, അപ്പോൾ അതിനെ കുറക്കണം. അല്ലെങ്കിൽ വരുന്ന സമയത്ത് കൂടുതൽ കറണ്ട്, അപ്പോൾ അതിനെ കുറക്കണം. സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം, സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ഇതല്ലേ അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് തരംതിരിച്ചൂടെ? പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവ് ഇതില്ല. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവ് സ്റ്റെപ്പ് അപ്പിലല്ലേ. സെക്കൻഡറിയിൽ വോൾട്ടത കുറവ് സ്റ്റെപ്പ് ഡൗണിലല്ലേ. പ്രൈമറി ചുറ്റുകളിൽ തടിച്ച കമ്പി
ഓക്കെ, എണ്ണം കുറയുമ്പോഴല്ലേ തടിച്ച കമ്പി വെക്കുക. അപ്പോൾ ഇതിലേക്ക് വരും, നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് അപ്പിൽ വരും. പ്രൈമറിയിൽ വോൾട്ടത കുറഞ്ഞതിനെ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുന്നത്. അഗെയിൻ സ്റ്റെപ്പ് അപ്പ്. പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ, സ്റ്റെപ്പ് ഡൗൺ. സെക്കൻഡറി ചുറ്റുകളിൽ തടിച്ച കമ്പി, സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ ഇതാണ് നമുക്ക് 15 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചിട്ട് വേണം നമ്മുടെ പരീക്ഷയ്ക്ക് പോകാൻ. ആദ്യം തന്നെ ചോദ്യങ്ങൾ നല്ല രീതിയിൽ വായിക്കുക. അതിൻ്റെ എന്തെങ്കിലും ഒരു ലോജിക്കൽ പോയിൻറ്റും കൂടി ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം നമ്മുടെ മെയിൻ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. A+ഓടുകൂടിയുള്ള വിജയം ഫിസിക്സിൽ വാങ്ങുക. നന്ദി, നമസ്കാരം. താങ്ക് യു.